اللهم صل على محمد وعلى آل محمد اللهم رب هذه الدعوة والصلاة القائمة آت محمد الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഒരു ചരിത്രത്തിന് അസ്ഥിവാരമിടുകയാണ്. 4 ഘട്ടങ്ങളാണ് മനുഷ്യചരിത്രത്തിൽ അള്ളാഹു വിഹിതിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് മനുഷ്യന്റെ ശൈശവഘട്ടം, രണ്ടാമത്തത് ബാല്യഘട്ടം, മൂന്നാമത്തത് യൗവനഘട്ടം, നാലാമത്തത് വാർദ്ധക്യഘട്ടം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടം മനുഷ്യ ചരിത്രത്തിന്റെ ശൈശവഘട്ടമാണ്. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ റിസാലത്തുണ്ടായിട്ടില്ല, റസൂലോ കിതാബോ ഉണ്ടായിട്ടില്ല, വിശാലമായൊരു ശരീഅത്തും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ശൈശവഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ ഭാരം കൊടുക്കേണ്ടതില്ല എന്ന അടിസ്ഥാനം വെച്ചുകൊണ്ട് അതേ സന്ദർഭത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയാക്കി. എന്തിനുള്ളതാണ് നബി? നുബുവത്ത് തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. ഭാര്യ മക്കൾക്ക് ആവശ്യമായ ദീനിയായ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ പറഞ്ഞു കൊടുത്ത് അവരെ ദീനിയായി വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു അധ്യാപകന്റെ ജോലിയാണ് നബിന്റെ ജോലി, നുബുവത്തിന്റെ ജോലി. റിസാലത്ത് അങ്ങനെയല്ല.
ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമി നബി മാത്രമാണ്, റസൂലല്ല. റിസാലത്തിന്റെ ആവശ്യമില്ല. റിസാലത്തുൽ ദഅവ, റിസാലത്ത് ദഅവത്തിന് വേണ്ടിയുള്ളതാണ്. ദഅവത്തിന്റെ ആവശ്യമില്ല. ദഅവത്ത് ആവശ്യമായി വരുന്നത് സമൂഹം ശിർക്കിലെത്തുമ്പോഴാണ്. ആകാശ ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യ സമൂഹം ഒരു ഷഹാദത്ത് നടത്തിയിട്ട് വന്നതാണ്. അത് അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഷഹാദത്താണ്. അള്ളാഹു റബ്ബാണ്, അവൻ റബ്ബാണ് എന്നത് ജീവിച്ച് തെളിയിക്കും ഭൂമിയിലെത്തിയാൽ എന്ന് ആകാശത്തിൽ വെച്ച് മനുഷ്യൻ അള്ളാഹ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് മനുഷ്യ സമൂഹത്തെ മുഴുവനത്തിന്റെയും ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. പരിശുദ്ധ ഖുർആൻ. ആ സമ്മേളനത്തിൽ ഉടലോടുകൂടിയുള്ളത് ആദമു മാത്രമാണ്, ബാക്കിയുള്ളവർ അർവാഹുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. വഇദ് അഖദ റബ്ബുക, നിങ്ങളുടെ റബ്ബ് കരാറ് വാങ്ങിയ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിക്കണം. അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ആ സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ റബ്ബുമായി നിങ്ങളെ റബ്ബ് ഒരു കരാറ് വാങ്ങിയ സന്ദർഭം. മിൻ ബനി ആദം, ആദമിന്റെ സന്തതികളിൽ നിന്ന്, ആദമിന്റെ മക്കളിൽ നിന്ന്, മനുഷ്യ മക്കളിൽ നിന്ന്. മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ അർവാഹുകളെ മുത്തുമണികളെ പോലെ വെളിയിലേക്ക് കൊണ്ടുവന്നു. കോടിക്കണക്കിന് വരുന്ന അർവാഹുകൾ. അതൊക്കെ നല്ല വിശദമായും വിസ്തരിച്ചും പഠിക്കേണ്ട വിഷയങ്ങളാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കം ആകാശത്തിലാണ്, തുടർച്ച ഭൂമിയിലാണ്, ഒടുക്കം ആഖിറത്തിലാണ്. ഇത് മൂന്നും ഇത് നാല് ലോകങ്ങൾ. ആലമുൽ അർവാഹ്, ആകാശ ലോകവുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ അധിവാസം. ആലമുദ് ദുനിയ, രണ്ടാം ഘട്ടം ഭൂമിയിൽ. ആലമുൽ ബർസഖ്, മൂന്നാം ഘട്ടം ഖബറിൽ. ആലമുൽ ആഖിറ, നാലാം ഘട്ടം അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ. ഈ 4 ഘട്ടങ്ങളുമായിട്ട് നാം ചരിത്രത്തെ ബന്ധിപ്പിച്ചെങ്കിലേ ഇസ്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ അസ്ബാബുകളുമായി ബന്ധിപ്പിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ മനസ്സിലായില്ല എന്നത്. മുസ്ലിമീങ്ങൾ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? സാമ്പത്തികമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, ഇസ്ലാമിനെ മനസ്സിലായില്ല എന്നതാണ്. ആ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹം, ലോകം മുഴുവനും. മിൻ മശാരിഖിൽ അർദി ഇലാ മഗാരിബിഹ, കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ. വമിൻ ശമാലിൽ അർദി വജനൂബിഹ, തെക്ക് തൊട്ട് വടക്ക് വരെ, എല്ലായിടത്തും. ആകാശ ലോകത്ത് അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ച അർവാഹുകളുടെ സമ്മേളനത്തിൽ ഒരു സംവാദമുണ്ടാക്കി. ആ സമ്മേളനത്തിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യരുമായി സംസാരിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണോ അങ്ങനെ, അതിങ്ങനെയാണ്, ഇന്നതുപോലെയാണെന്ന് പറയാൻ നമ്മൾ ആളല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹ്ക്കൊരു ഉദാഹരണം പറയാനൊന്നുമില്ല. വലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകരുത്. കാരണം അസ്ബാബുകളുമായി അള്ളാഹുവിന്റെ മഖ്ലൂക്കിനെ അള്ളാഹുമായിട്ട് ഉദാഹരിക്കുന്നത് ഈമാനെതിരാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത സമ്മേളനത്തിൽ വെച്ചൊരു സംവാദം. എന്താണ് ആ സംവാദം? അള്ളാഹു ചോദിക്കുന്നു മനുഷ്യനോട്, അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്ന്. ഖുർആൻ നിങ്ങളെല്ലാം ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ എല്ലാവർക്കും കാണാപ്പാടുള്ള ആയത്താണ്. നിങ്ങളെ റബ്ബ് ഞാനല്ലേ. അവിടെ എന്ത് ചോദിച്ചില്ല? നിങ്ങളെ ഇലാഹ് ഞാനല്ലേ എന്ന് ചോദിച്ചില്ല. നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്നാ ചോദിച്ചത്. മൻ ഹുവർ റബ്ബ്, എന്താണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? റബ്ബിന് രക്ഷിതാവ് എന്നർത്ഥം വെച്ചത് വലിയ പെശകാണ്. ഈ മലയാളത്തിൽ ഇസ്ലാമിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട വാക്കുകൾക്ക് സാങ്കേതിക അർത്ഥം മലയാളത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പ്രത്യേകമായിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. ഒറ്റവാക്കിൽ അർത്ഥം വെച്ചാൽ മലയാളത്തിൽ ദീൻ പഠിക്കാൻ കഴിയില്ല, വിശദമായിട്ട് പഠിക്കണം. അതിന് ഉലമാക്കൾ തഖരീബുൽ മഅന എന്നാ പറയുക. അതിന്റെ വ്യാഖ്യാനം, വിശദീകരണം അടുപ്പിക്കാൻ വേണ്ടി ചില പ്രയോഗങ്ങൾ നടത്താമെന്ന് മാത്രം. റബ്ബിന് രക്ഷിതാവ് എന്ന് വിളിച്ച് രക്ഷിതാവ് എന്താണെന്ന് തിരിയാണ്ടായി സമൂഹത്തിന്. സാധാരണ രക്ഷിതാവ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു കൊടുക്കാറില്ലേ? ആദ്യത്തെ പേര് കുട്ടിയുടെ പേര്, ആദ്യത്തെ ചോദ്യം കുട്ടിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ പേര് കുട്ടിയുടെ പിതാവിൻ്റെ പേര്, ബാപ്പാൻ്റെ പേര് എഴുതും. മൂന്നാമത്തെ ചോദ്യം എന്താണ്? കുട്ടിയുടെ രക്ഷിതാവിൻ്റെ പേര്, അല്ലേ? എന്താ ഇതിൽ സാധാരണ സ്കൂളിൽ ചേർക്കുമ്പോൾ? അള്ളാഹു എന്നാണോ ഇത് സാധാരണ? അല്ല, കുട്ടിൻ്റെ ബാപ്പയോ അല്ലെങ്കിൽ അമ്മോനോ
അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ രചന പിന്നെ അള്ളാഹ്ക്ക് രക്ഷിതാവ് എന്നർത്ഥം വെച്ച പിന്നെ അവിടെ രക്ഷിതാവ് ഇതുണ്ട്, അല്ലെങ്കിൽ അള്ളാഹിനെ പോലത്തെ കുറേ രക്ഷിതാവ് പറയുന്നുണ്ടെന്ന് പറയേണ്ടി വരില്ലേ? അതായത് ഞാൻ പറഞ്ഞ മലയാളത്തിൽ ഒറ്റവാക്കിൽ അർത്ഥം വെച്ച് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് ആദർശ രംഗത്ത് സാങ്കേതിക പദം വലുതാണ്. ഭാഷകൾക്ക് പ്രത്യേകതയുണ്ട്. ഭാഷകൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ളതാണ്. ആദർശം പഠിക്കാൻ അള്ളാഹു 4 ഭാഷ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. ഒന്ന് തൗറാത്ത് എന്ന കിതാബിന് വേണ്ടി അബ്രാനി ഭാഷ, സബൂർ എന്ന കിതാബിന് വേണ്ടി യൂനാനി ഭാഷ, ഇഞ്ചീൽ എന്ന കിതാബിന് വേണ്ടി സുരിയാനി ഭാഷ, പരിശുദ്ധ ഖുർആന് വേണ്ടി അറബി ഭാഷ. അറബി ഭാഷയിൽ ഖുർആൻ ഇറങ്ങിയപ്പോൾ ബാക്കി 3 ഭാഷയും അല്ലാഹു തആല ദുർബലപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ആ ഭാഷകൾക്ക് പ്രസക്തിയില്ല. ഭാഷയല്ലാത്ത ബാക്കിയുള്ള ഭാഷകളെല്ലാം ആദർശം പഠിക്കാനുള്ളതല്ല, ആവശ്യം പഠിക്കാനുള്ളതാണ്. ആവശ്യ പൂർത്തീകരണത്തിന് ക്രിയവിക്രിയങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഭാഷകൾ. ആദർശം പഠിക്കാൻ ഒരു ഭാഷയെ ഇന്ന് നിലവിലുള്ളത് അറബി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിലൂടെ വേണം ആദർശപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. എന്നുവെച്ചാൽ എല്ലാവരും അറബി പഠിക്കണമെന്നല്ല, അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തി മലയാളത്തെ വിശദീകരിക്കണം എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ മാന. അപ്പൊ റബ്ബിന്റെ മാന പഠിക്കണം. എന്താണ് റബ്ബ്? 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ മാത്രം വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. എന്താ പറഞ്ഞ? 3 അധികാരാവകാശങ്ങൾ ഏതൊരുത്തന് മാത്രം അവകാശപ്പെട്ടതാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഏതാണ് ആ 3 അവകാശങ്ങൾ? ഒന്ന് അൽ ഖൽഖ് വൽ മുൽക്ക് വത്തദ്ബീർ. ഒന്നാമത്തെ അധികാരം ഖൽഖിന്റെ അധികാരമാണ്. ഈ പ്രപഞ്ചം അഖിലാണ്ടത്തെയും നിർമ്മിക്കാനുള്ള അധികാരം. രണ്ടാമത്തെ അധികാരം മുൽക്കിന്റെ അധികാരമാണ്. ഈ പ്രപഞ്ചം അഖിലാണ്ടത്തെയും ഉടമപ്പെടുത്താനുള്ള അധികാരം. മൂന്നാമത്തത് തദ്ബീർ, ഈ പ്രപഞ്ചം അഖിലാണ്ടത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം. അല്ലാഹു ഹുവൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ. ഈ 3 അധികാരങ്ങൾ വകവെച്ചു കൊടുക്കാൻ പറ്റുന്നവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് റബ്ബ്. അവനെ മാത്രമേ റബ്ബ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബായത്? സകലതിന്റെയും മാലിക് അല്ലാഹു ആയതുകൊണ്ട്. സകലതിന്റെയും ഉടമസ്ഥൻ. അങ്ങ് അർശ് മുതൽ ഇങ്ങ് ഒരു ഈച്ച വരെ, പരമാണു വരെ, ദർറ, ഒരു ആറ്റം, അതുവരെ എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹു ആണ്. ഈ അർശ് മുതൽ ഈ ആറ്റം വരെയുള്ള സകലതിനെയും നിർമ്മിച്ച ഖാലിഖ് അല്ലാഹു മാത്രമാണ്. എന്നും ഇവകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലാഹു തന്നെയാണ്. ഇതാണ് റബ്ബ്. ആ അല്ലാഹു മാത്രമാണ് ഈ 3 കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് റുബൂബിയ്യത്തിലുള്ള തൗഹീദാകുന്നത്. അതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിലുള്ള തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 അധികാരാവകാശങ്ങൾ അള്ളാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാഹു അല്ലാത്ത ശക്തിക്കോ വ്യക്തിക്കോ വസ്തുവിനോ വലിയിനോ ശൈഖിനോ നബിക്കോ റസൂലിനോ മലക്കിനോ ജിന്നിനോ ദീനാറിനോ ദിർഹമിനോ വകവെച്ച് കൊടുക്കുമ്പോഴാണ് റുബൂബിയ്യത്തിലുള്ള ശിർക്ക് വരുന്നത്. റുബൂബിയ്യത്തിലുള്ള ശിർക്ക് അവിടെയാണ് വരുന്നത്. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ ഈ പറയപ്പെടുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഒന്നിക്ക് നിദ്ദൻ, അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ശരീക്കൻ, അള്ളാഹ്ക്ക് പാർട്ട്ണറായിട്ട് അവതരിപ്പിക്കുക, ഔ ലഹീറൻ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായിയായിട്ട് അവതരിപ്പിക്കുക, ഔ ഷഫീയൻ, അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയുന്നവരായിട്ട് അവതരിപ്പിക്കുക, ഔ വസീലൻ, അല്ലെങ്കിൽ ഇടയാളായിട്ട് അവതരിപ്പിക്കുക. ഈ 5 രീതിയിൽ ഏതെങ്കിലും ഒരംശം അള്ളാഹു അല്ലാത്ത മേൽപ്പറയപ്പെട്ടവർക്ക് കൊടുത്താൽ വല്ലാഹി അവൻ മുശ്രിക്കാണ്, അവൻ റുബൂബിയ്യത്തിനെ നിഷേധിച്ച കാഫിറും ആണ്. കടുപ്പം തോന്നരുത്. അങ്ങനൊരു പരാതിയുണ്ട്, കുറച്ച് കട്ടി കൂടുന്നു. ഇല്ല, ഈ വിഷയത്തിൽ കട്ടി ഇല്ലെങ്കിൽ വല്ലാഹി അവൻ മുനാഫിക്കായി ജീവിക്കേണ്ടി വരും. തൗഹീദിൽ കട്ടി കുറഞ്ഞു പോയാൽ അവൻ മുനാഫിക്കാവും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ഖാലു ഇന്നാ മഅക്കും ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹു തആല മുനാഫിക്കുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് മദീനയിൽ എത്തിയപ്പോൾ ഒരു 3ാം കക്ഷി ഉടലെടുക്കുകയാണ്. 2 കക്ഷികളെയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒന്ന് മക്കയിലെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ, അതുപോലെ അവരെയാണ് നാം മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. പാരമ്പര്യ മുസ്ലിമീങ്ങൾ അവർ മക്കയിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്കേ പരമ്പരാഗതമായിട്ട് പാരമ്പര്യ ഇസ്ലാമിലാണ്, ഇബ്രാഹിമി മില്ലത്തിലാണ്. ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാണ് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള ഖുറൈശി സമൂഹം. അവർ പാരമ്പര്യക്കാരാണ്.
ആ പാരമ്പര്യ മുസ്ലിമീങ്ങളെ ആദർശ മുസ്ലിമാക്കാനാണ് മുഹമ്മദ് നബി റസൂലായിട്ട് വരുന്നത്. മുഹമ്മദ് നബി റസൂലായിട്ട് വരുന്നത് റബ്ബിനെ പരിചയപ്പെടുത്താനല്ല, ഇലാഹിനെ പരിചയപ്പെടുത്താനാണ്. എന്താണ് ഉലൂഹിയത്ത്? മലയാളത്തിൽ സാധാരണ നമ്മൾ പരിചയപ്പെടാൻ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഉദാഹരണം പറയാറുണ്ട്. ഉദാഹരണം ഒരു വിശദീകരണം പറയാറുണ്ട്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയത്തിനെ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ അങ്ങന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം. അതാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം. ഉലൂഹിയത്തോ അതിനാൽ ഇങ്ങന്ന് അങ്ങോട്ട് കൊടുക്കുന്നതായി അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ എന്ന് അംഗീകരിക്കലാണ് ഉലൂഹിയത്തിലുള്ള വിശ്വാസം. രണ്ടിലും ശിർക്ക് സംഭവിക്കാം. റുബൂബിയത്തിലും ശിർക്ക് സംഭവിക്കാം, ഉലൂഹിയത്തിലും ശിർക്ക് സംഭവിക്കാം. അങ്ങന്ന് ഇങ്ങോട്ട് കിട്ടുന്നതിൽ ചില വലിയുകൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അവൻ റുബൂബിയത്ത് നിഷേധിച്ച കാഫിറാണ്. ചില ശൈഖുകൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അവൻ റുബൂബിയത്തിനെ നിഷേധിച്ച കാഫിറാണ്. കാരണം റുബൂബിയത്തിൽ വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു മാത്രമാണ് എനിക്ക് എന്ത് തരുന്നതും എന്ത് ചെയ്യുന്നതും അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിച്ചു കൊടുക്കണം. അതിലൊരു വലിയനോ ഷെയ്ഖിനോ തങ്ങക്കോ ബീവിക്കോ ബാവക്കോ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കുന്നതിൽ ദീനാറിനോ ദിർഹമിനോ എന്തെങ്കിലും തരത്തിൽ സ്വതന്ത്രമായ ഒരു പങ്കുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചു പോയാൽ അവൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിച്ചവനാണ്. അപ്പൊ ആദ്യം നാം സഹിയാക്കേണ്ട ഈമാൻ അള്ളാഹുവിലുള്ള റുബൂബിയത്തിലുള്ള ഈമാനാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? എല്ലാവരും പുതിയ പരിചയക്കാരാണ്. യാദൃച്ഛികതയില്ല അള്ളാഹ്ക്ക്. അള്ളാഹുവിന്റെ ഖദറൻസ് സംഭവിച്ചതാണ്. തിരുവനന്തപുരത്ത് എറണാകുളത്ത് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി സ്റ്റേഷനിൽ പോയി, തലശ്ശേരി സ്റ്റേഷനിൽ. വല്ലാത്തൊരു ക്ഷീണം തോന്നി, തലചുറ്റും പോലെ. യാത്ര ക്യാൻസലാക്കി തിരിച്ചു വന്ന് മകളെടുത്ത് താമസിച്ചു. ജുമാക്ക് എവിടെയെങ്കിലും പോകണം. മരുവനോട് പറഞ്ഞു ജുമാക്ക് എവിടെയെങ്കിലും പോകണമല്ലോ, എവിടെയാ നല്ലത്? എടക്കാട് പരിചയമുണ്ട്, അങ്ങോട്ട് പോയാലോ? അപ്പൊ പറഞ്ഞു ദയാനഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സലഫി പള്ളിയുണ്ട്, അവിടെ പോവാം. അങ്ങനെ ജുമാക്ക് വരാൻ തീരുമാനിച്ചതാണ്. ഇപ്പൊ ഈ നടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ തദ്ബീറനുസരിച്ച് ആണ് സംഭവം. അതുകൊണ്ട് ഭാഷ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ അഭിമുഖീകരിച്ച ഒരു ഓർമ്മയില്ല. പണ്ട് വയത് കേട്ടിട്ടുണ്ടാവും, അത് വേറെ കാലം. ശീഈയത്തിന്റെ ഭാഗമായി വിലസുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നെല്ലാവർക്കും വയത് കേൾക്കും, എല്ലാവർക്കും തിരിയും ചെയ്യും. ഇപ്പം പറയുന്നത് തിരിഞ്ഞോളണമെന്നില്ല. അന്ന് പറയുന്നതെല്ലാം തിരിഞ്ഞിട്ടുണ്ടാവും, ഇപ്പം പറയുന്നത് തിരിഞ്ഞോളണമെന്നില്ല. അന്ന് പറയുന്നത് വയലാണ്, ഇന്ന് പറയുന്നത് ആദർശമാണ്. അതാ രണ്ടും വ്യത്യാസം. അതുകൊണ്ട് ഇതൊന്ന് ആ ഉള്ള അവസ്ഥക്കൊരു ഇൽമ കിട്ടണമല്ലോ. അപ്പൊ റബ്ബാരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, റുബൂബിയത്ത് എന്താണെന്നും മനസ്സിലായി. അപ്പൊ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമേ ആവാവൂ. അത് ദുആ മുതൽ ഇങ്ങോട്ടൊരു ദിക്ർ ചെല്ലുന്നത് വരെ അങ്ങോട്ട് കൊടുക്കേണ്ട, ആദ്യത്തെ കൊടുക്കേണ്ടത് ദുആ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുആവുമായി ബന്ധപ്പെട്ട അഅ്മാലുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദഖ. പിന്നൊന്ന് സാമൂഹ്യ പ്രവർത്തനം, മുആശറാത്ത്, മുആമലാത്ത്, ബിസിനസ്, അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനം. ഇത് മുഴുവനും ഒരുത്തനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോഴേ ഉലൂഹിയത്ത് യാഥാർത്ഥ്യമാവുകയുള്ളൂ. നിസ്കരിക്കലും നോമ്പൊക്കലും അള്ളാഹ്ക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, പിന്നെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ സംഗതി നടക്കൂല, തൗഹീദ് ശരിയാവൂല. ഇപ്പൊ നബിമാര് വന്നത് ലാ റബ്ബ ഇല്ലല്ലാ എന്നത് പഠിപ്പിക്കാനാണ്. റസൂല് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പഠിപ്പിക്കാനാണ്. ഇപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉലൂഹിയത്തിൽ റുബൂബിയത്തിന്റെ ചർച്ച ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ നബിയായ ശീസ് നബിന്റെ കാലഘട്ടത്തിലും റുബൂബിയത്തിന്റെ ചർച്ചയേ ഉള്ളൂ, ഉലൂഹിയത്തിന്റെ ചർച്ചയില്ല. മൂന്നാമത്തെ നബിയായ ഇദ്രീസ് നബിന്റെ കാലഘട്ടത്തിലും റുബൂബിയത്തെ ചർച്ചയുള്ളൂ, ഉലൂഹിയത്തെ ചർച്ചയില്ല. എന്താ കാര്യം? ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാരും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് റസൂല് വരാതിരുന്നത്. മനസ്സിലാകുന്നില്ലേ പറയുന്നത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, അവരെ മക്കൾ ഒന്നാം തലമുറയിൽ ശീസ് നബി, രണ്ടാം തലമുറ, മൂന്നാം തലമുറയിൽ ഇദ്രീസ് നബി. അങ്ങനെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ പറ്റി 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ് എന്നുവെച്ചാൽ അതിന്റെ പിന്നെ 10 തലമുറ ഇങ്ങന്ന് അങ്ങോട്ട് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാറില്ല. എന്നുവെച്ചാൽ ഒരു തങ്ങളെ പരിചയമില്ല, വലിയനെ പരിചയമില്ല, ഷെയ്ഖിനെ പരിചയമില്ല, മറ്റാരെയും അവർക്ക് പരിചയമില്ല, മരിച്ചുപോയവരാരെയും അവർക്ക് പരിചയമില്ല. അവർക്ക് ആകെ ഉള്ളത് എന്തുണ്ടെങ്കിലും കാലിൽ ചരിച്ച ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലും അള്ളാഹ്, അടുക്കളയിൽ ഉപ്പ് പോയി ഇല്ലാണ്ടായി പോയാലും അള്ളാഹ്, എന്തെന്ന് അങ്ങോട്ട് വേണമെങ്കിലും അത് അള്ളാഹുവിനോട് മാത്രം. കാരണം അങ്ങും ഇങ്ങോട്ട് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണെന്ന് അംഗീകരിച്ചതുകൊണ്ട്
ഈ അംഗീകാരമാണ് ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദിച്ചത്, അലസ്തു ബി റബ്ബിക്കും, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത് ഞാനല്ലേ? ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാകുന്നുണ്ടോ? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ഇടപെടുന്നവൻ ഞാനല്ലേ? അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, ദുനിയാവ് തൊട്ട് ആഖിറം വരെ ഏത് വിഷയത്തിലും ഇടപെടുന്നത് ഞാൻ തന്നെയല്ലേ? നിങ്ങൾ എന്ത് പറയുന്നു എന്ന്. അന്ന് ആദം നബി തൊട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ ആത്മാക്കള്, അതിലിവിടുത്തെ ഹിന്ദുക്കളുടെ ആത്മാവ് പെട്ടു, ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾ പെട്ടു, ജൂതന്മാരുടെ ആത്മാക്കൾ പെട്ടു, നിരീശ്വരവാദികളുടെ ആത്മാക്കൾ പെട്ടു, ഷിയാക്കളുടെ ആത്മാക്കൾ പെട്ടു, മോമിനിങ്ങളുടെ ആത്മാക്കൾ പെട്ടു, ബഹുമാനപ്പെട്ട നബിമാരുടെ ആത്മാക്കൾ, സഹാബാക്കളെ ആത്മാക്കൾ, ഫിറൗന്റെയും കാറൂന്റെയും നമ്രൂദിന്റെയും ആത്മാക്കൾ, അബൂ ജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും ആത്മാക്കൾ, ഇവരുടെ എല്ലാം റൂഹുകൾ എന്ന സമ്മേളനത്തിലുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന്റെ ആത്മാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ ആത്മാവ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മാവ്, ഇവിടെ എല്ലാം റൂഹ് എന്ന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഈ അബ്ദുള്ളാന്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും ആത്മാക്കൾ, ഇനി ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളുടെ എല്ലാം ആത്മാക്കൾ എന്ന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ അല്ലാഹു മറുപടി കൊടുത്തു, കാലു ബല. കാലു, അവര് പറഞ്ഞു, ബല, അതെ, നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ടത് നീ തന്നെയാണ്. ഷഹിദിന, അതാണ് കടുപ്പുള്ള വാക്ക്. ആയത്തിന്റെ ബാക്കി അതാണ്. കാലു ബല ഷഹിദിന, ഷഹിദിന, ഭൂമിയിലെത്തിയാൽ അത് ജീവിച്ച് തെളിയിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ഞങ്ങൾ ഷഹിദിന, ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങൾ ഷഹാദത്ത് ചെയ്യുന്നു. ഭൂമിയിലെത്തിയാൽ നീയാണ് റബ്ബ് എന്ന ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ തെളിയിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. അങ്ങനെ ആകാശ ലോകത്ത് വെച്ച് മുഴുവൻ മനുഷ്യരും മുസ്ലിമീങ്ങളാകുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുഴുവൻ മുസ്ലിമീങ്ങളും ജന്മം കൊണ്ട് മുസ്ലിമാണ്, മുഴുവൻ മനുഷ്യരും. ഇവിടുത്തെ ഒരു ഹിന്ദു സ്ത്രീ പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്, ഒരു ക്രിസ്ത്യാനി സ്ത്രീ പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്, ഒരു നിരീശ്വരവാദി പെണ്ണ് പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്, ഒരു ശീഈ പെണ്ണ് പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്, ഒരു മുഅ്മിനിന്റെ പെണ്ണ് പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്. എന്തുകൊണ്ട്? റുബൂബിയ്യത്തിൽ ഷഹാദത്ത് പറഞ്ഞു മുസ്ലിമായ റൂഹാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യ കുഞ്ഞും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. അലൽ ഫിത്ര, ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ് അലൈഹാ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ശുദ്ധമായ പ്രകൃതത്തിലാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അല്ലാഹു പറഞ്ഞു ഫത്തറന്നാസ് അലൈഹാ, അതിനെ വ്യാഖ്യാനിച്ചു റസൂലുള്ളാഹി തങ്ങൾ, കുല്ലു മൗലൂദിൻ, ഓരോ മനുഷ്യ കുഞ്ഞും യൂലദു ജനിച്ചു വീഴുന്നത് അലൽ ഫിത്ര, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സംശുദ്ധമായ പ്രകൃതത്തിലാണ്. പ്രായപൂർത്തിയെത്തലോടുകൂടി മാതാപിതാക്കളുടെയും ചുറ്റുപാടുകളുടെയും മറ്റും ഇടപെടലാണ് ആ ഷഹാദത്തിനെ ബാത്തിലാക്കി കളയുന്നത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ഫയുഹഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ, കുടുംബ സാഹചര്യങ്ങൾ, അവരാണ് ഇന്ന് നിലവിലുള്ള വ്യത്യസ്തങ്ങളായ മതങ്ങളിലേക്ക് മനുഷ്യ മനസ്സിനെ നയിക്കുന്നത്. അവരാണ്. അല്ലാഹു തആല അവരെ ജനിപ്പിച്ചത് മുസ്ലിമായിട്ടാണ്. അതുകൊണ്ടാണ് പാർവതിക്ക് ഖുർആൻ ഓതാൻ അവകാശമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. കാരണം ജന്മം കൊണ്ട് പാർവതി മുസ്ലിമാണ്. അതുകൊണ്ട് പാർവതി എന്ന് പേരിട്ടത് കൊണ്ട് ഖുർആൻ പാടാൻ പാടില്ല എന്നൊരു ബഹളം വെച്ചിട്ടുണ്ടായത് കേട്ടിട്ടില്ലേ? പാർവതി എങ്ങനെ ഖുർആൻ ഓതല്? പാർവതിക്ക് അവകാശമുണ്ട്. മുഹമ്മദ് ഖദീജക്കും ആയിഷക്കും അവകാശമുള്ളത് പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് അവകാശം. പ്രായപൂർത്തി എത്തുന്നത് വരെ അവർ ഇസ്ലാമിന്റെ റൂഹുമായിട്ടാണ് വളർന്നു വരുന്നത്. ഏത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു ജീവിച്ചാലും, ഏത് മതക്കാരുടെ കുടുംബത്തിൽ ജീവിച്ചാലും പ്രായപൂർത്തി എത്തുന്നത് വരെ മനുഷ്യ കുഞ്ഞ് മുസ്ലിമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഒരു ഹിന്ദു മതത്തിന്റെ കുട്ടിയാണെന്നോ മറ്റേ കുട്ടിയാണെന്നോ മറിച്ച കുട്ടിയാണെന്നോ പറഞ്ഞ് വിഭജിക്കാൻ നമുക്ക് അവകാശമില്ല. പ്രായപൂർത്തി എത്തുന്നത് വരെ, പ്രായപൂർത്തി എത്തലോടുകൂടിയാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, ഞാൻ ഇലാഹാണെന്ന് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അവിടെയാണ് റിസാലത്തിന്റെ വകുപ്പ് വരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നത് അവിടെയാണ്, പ്രായപൂർത്തി എത്തലോടുകൂടി. അതുകൊണ്ടാണ് പറയുമ്പോൾ വിഷയം കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ കൂട്ടരെ ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു ആദർശത്തെ പരിഗണിക്കാത്തത്. ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹു തആല ആദർശത്തെ പരിഗണിക്കാറില്ല. ഏത് മതജാതി വിഭാഗത്തിന്റെയും ആവശ്യം പോലെ നിർവഹിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്.
അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു മുസ്ലിം ബിസ്മി ചൊല്ലി വിവാഹം കഴിക്കുന്നു. അവർക്ക് ആ സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. ഒരു ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്നു. അവനിക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. ആദർശം നോക്കിയിട്ടാണോ അള്ളാഹു മക്കളെ നൽകുന്നത്? ആവശ്യം നോക്കിയിട്ടാണോ അള്ളാഹു മക്കളെ നൽകുന്നത്? ആവശ്യം നോക്കിയിട്ടാണ്, ആദർശം നോക്കിയിട്ടല്ല. ആദർശം നോക്കിയിട്ടാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കല്യാണം കഴിച്ച കുട്ടിക്ക് അള്ളാഹു മക്കളെ കൊടുക്കോ? അല്ലെങ്കിൽ അല്ലല്ലാതെ വേറെ ആരെങ്കിലും കൊടുത്തെന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ആകെ കോളാവും. അമ്പലത്തിൽ ചെന്ന് രാമനെയോ കൃഷ്ണനെയോ സീതയെയോ അമ്മയ്യപ്പനെയോ അപ്പനെയോ മുത്തപ്പനെയോ പ്രസാദിച്ച് അവർക്ക് വേണ്ടി പൂജകൾ നടത്തിയിട്ടാണ് ഹിന്ദു മതക്കാരൻ കല്യാണം കഴിക്കുന്നത്. അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. സംശയം ഉണ്ടോ കാര്യത്തിൽ? സംശയിച്ചാൽ അപ്പം കാഫിറാവും. കാരണം അള്ളാഹുവിന്റെ റഹ്മാനത്തിന് നിഷേധിക്കലായി പോകും. അള്ളാഹു താല പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിനെ പറ്റി മറ്റു കാര്യങ്ങൾ ആരോപിക്കലായി പോകും. ആദർശം നോക്കിയിട്ടാണ് അള്ളാഹു താല വേണ്ട. അതേപോലെ തന്നെ അത് പൂർത്തിയാക്കാം. അതേപോലെ തന്നെ ഒരു OBC മുസ്ലിം എന്ന് വെച്ചാൽ ഷിയാക്കള്, ഖബറിന്റെ ആൾക്കാര്, ജാറക്കാർക്കാണ് നാം OBC എന്ന് പറയുക. അതർ ബാക്ക്വേർഡ് കോസ്റ്റ്, ഒറ്റമ്പൊത്തും ഇല്ലാത്ത വർഗം. അവരെന്താ ചെയ്യാ? തൊട്ടടുത്തുള്ള ജാറത്തിൽ ചെന്ന് അവർക്ക് കാണിക്കകൾ നൽകി ആ ജാറത്തിലെ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്തിട്ട് കല്യാണത്തിന് ഏർപ്പെടും. അവർക്കും സൗന്ദര്യമുള്ള മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. അതോ ഔലിയാണോ? അവിടെ മാത്രം വലിയ കൊടുക്കുന്നു, അപ്പുറത്തുമ്പോ യേശു കൊടുക്കുന്നു പറയാൻ കഴിക്കാൻ തയ്യാറാകാത്ത എന്താണ്? ഇപ്പുറത്ത് രാമൻ കൊടുക്കുന്നു പറയാത്ത എന്താ? അപ്പൊ അവർക്കും മക്കളെ കൊടുക്കുന്ന അള്ളാഹു ആദർശം നോക്കിയിട്ടല്ല. ഒരു നിരീശ്വരവാദി, ഒരു ഭൗതികവാദി, അയാള് ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്ന ആളാണ് ഭൗതികവാദി. എനിക്കറിയാം കാശുണ്ടെങ്കിൽ എന്തും നടക്കും, അതുകൊണ്ട് കാശുണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കുക, ഇതാണ് ഹെൽത്ത് വെൽത്ത്. ഈ ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്ന നിരീശ്വരവാദി മാലയിട്ട് പാർട്ടി ഓഫീസിൽ കല്യാണം കഴിക്കും. അവനിക്കും സൗന്ദര്യമുള്ള മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹു അക്ബർ. അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ ആയത്. അള്ളാഹു അക്ബറാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലേക്ക് വരണം. അല്ലാഹു അക്ബർ എന്നതിന്റെ കൈകെട്ടിയ സംഗതി നടക്കൂല. ഒരു ജീവനില്ലാത്ത അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്ന കൂട്ടത്തിലേക്ക്? തൗഹീദിന്റെ പൂർണ്ണമായ കലിമയാണ് അള്ളാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ തൗഹീദിന്റെ കലിമയുടെ പൂർത്തീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ബാക്കിയുള്ള കാര്യം എടുക്കുന്ന ഒരു ബിസ്മി ചൊല്ലിട്ട് ഒരു തെങ്ങ് നടന്നു ഒരു മുസ്ലിം, അതിനെ വളർത്തി തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ദൈവത്തിന്റെ നാമത്തിൽ ഏതെങ്കിലും ദേവീദേവന്മാരുടെ നാമത്തിൽ തെങ്ങ് നടന്നു ഒരു ഹിന്ദു, അതിനെയും വളർത്തി തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. യേശുവിനെ വിളിച്ച് തെങ്ങ് നടന്ന ഒരു ക്രിസ്ത്യാനി കർഷകൻ, അതിനെയും വളർത്തി തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. തൊട്ടടുത്തുള്ള ശൈഖിന്റെ ജാറത്തിലേക്ക് ആദ്യത്തെ കൊല കൊടുക്കാമെന്ന കരാറനുസരിച്ച് തെങ്ങ് നടന്നു OBC അല്ലെങ്കിൽ ഷീഇ, അവന്റെയും തെങ്ങിനെ വളർത്തി തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഹെൽത്തിലും വിൽത്തിലും വിശ്വസിക്കുന്ന ഭൗതികവാദി, കാശുണ്ടായാൽ ആർക്കാ തേങ്ങ ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നവൻ, അവന്റെ തെങ്കിലും തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് എല്ലാം എന്ന് അംഗീകരിക്കുന്നവന്റെ തെങ്കിലും തേങ്ങ കായ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു ചോദിച്ചില്ലേ പരിശുദ്ധ ഖുർആനിൽ, അഫറഅയ്തും മാ തസ്റഊൻ, നിങ്ങൾ കൃഷിയെ പറ്റി നിങ്ങൾ ആലോചിക്കാറില്ലേ? അൻതും തസ്റഊനഹു അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ, അല്ലാഹു കർഷകരോടാണ് ചോദിക്കുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രമല്ല, മനുഷ്യരായ കർഷകരോട്. നിങ്ങളുടെ കൃഷിയെ പറ്റി നിങ്ങൾ ആലോചിക്കാറില്ലേ? അൻതും തസ്റഊനഹു, ആ കൃഷിയിൽ ഉൽപാദനം നടത്തുന്നത് നിങ്ങളാണോ? അം നഹ്നു സാരിഊൻ, അതോ ഞാനാണോ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്. അതുകൊണ്ട് തന്നെയാണ് റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്ത ആകാശത്തിൽ നിന്ന് റൂഹുകൾ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട ശരീരത്തിലേക്ക് ആ റൂഹിനെ നിക്ഷേപിച്ചു. ആ റൂഹിനെയും വഹിച്ചുകൊണ്ടാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് മനുഷ്യക്കുഞ്ഞ് വെളിയിലേക്ക് വരുന്നത്. ആ വെളിയിലേക്ക് വരുന്ന കുഞ്ഞിനെ വേറൊരു മതക്കാരനാണെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമാണ്? അള്ളാഹു വളരെ പരമപരിശുദ്ധമായി ഭൂമിയിലെത്തിച്ച മനുഷ്യക്കുഞ്ഞിനെ മറ്റ് മതക്കാരനാണെന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമാണ്? അവൻ പ്രായപൂർത്തിയെത്തുമ്പോൾ അല്ലാഹു തആല അവനോട് ചോദിക്കുന്നു, ആകാശ ലോകത്ത് വെച്ച് ചെയ്ത കരാറ് പാലിക്കാൻ തയ്യാറുണ്ടോ? അത് അള്ളാഹു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെത്തിയാൽ ഞാൻ നിങ്ങളെ ഈ കാര്യം ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക്, അതായത് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും നിങ്ങൾക്ക് ദുരിതമായിരിക്കുമെന്ന് അന്ന് തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ചോദിക്കുന്ന എങ്ങനെയാണ്? ഞാൻ റബ്ബായിരിക്കെ ഞാനല്ലാത്ത വേറെ ആരെയെങ്കിലും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ?
ഏതെങ്കിലും ഒരു ശൈഖിനെ, ഒരു വലിയനെ, ഒരു തങ്ങളെ, ഒരു ബീവിയെ, അല്ലെങ്കിൽ ഒരു ബാവയെ, ഒരു ഉസ്താദിനെ, അതല്ലെങ്കിൽ വേറൊരു നബിയെ, റസൂലിനെ, ജിന്നിനെ, മലക്കിനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മറുപടി കൊടുക്കണം അല്ലാഹുക്ക്. അതിന് മറുപടിയാണ് ഇല്ല അല്ലാഹുവേ ഇല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കുമെന്ന് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു അല്ലാഹുവേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. അന്ന് ഞാൻ തന്ന കരാർ അനുസരിച്ച് അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും നിന്നിൽ നിന്നാണ്. അതുകൊണ്ട് നീയല്ലാത്ത ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് യാചിക്കുന്ന പ്രശ്നമേ ഇല്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, എന്നോടും നിങ്ങളോടും നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചോദിക്കും, ഷഹാദത്തിന് വല്ല പോറലും ഏറ്റിട്ടുണ്ടോ ദൈനംദിന ജീവിതത്തിൽ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജദ്ദിദു ഈമാനക്കു എന്ന് പറഞ്ഞത്, ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന്. ഈ ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. പ്രായപൂർത്തിയാവൻ മുതൽ ഇങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയതാണ്. എവിടെയെങ്കിലും രാപ്പകലുകളിൽ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിൽ എവിടെയെങ്കിലും ഈ ഷഹാദത്തിന് ഭംഗം വരത്തക്ക വിധത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾക്ക് പകരം മറ്റെന്തെങ്കിലും ഇടപെടലാണ് എന്റെ കാര്യം നടക്കുന്നതിന് നിദാനമെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടോ? ലഫ്ളൻ വായോണ്ട് പറഞ്ഞു പോയിട്ടുണ്ടോ? തടി കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടോ? പരിശോധിക്കുക. ഷഹാദത്തിനെ ഭദ്രമാക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഷഹാദത്തിന് പോർലേൽക്കുന്ന, ഷഹാദത്ത് സസ്പെൻഡ് ആകുന്ന, ഷഹാദത്ത് ഡിസ്മിസ് ആകുന്ന, ഷഹാദത്തിന് പോറലേറ്റ് ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമാകുന്ന ഒന്നും സംഭവിക്കരുതെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രത്തിന് നൽകിയ ചരിത്ര രേഖകൾ, ചരിത്ര ചാനലുകൾ, ചരിത്ര ശാഖകൾ. ആദമ തൊട്ട് നൂഹ് നബി വരെയുള്ള ശൈശവഘട്ടം, നൂഹ് നബി തൊട്ട് ഇബ്രാഹിം നബി വരെയുള്ള ബാല്യഘട്ടം, ഇബ്രാഹിം നബി തൊട്ട് അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള യൗവനഘട്ടം, അഷ്റഫുൽ ഖൽഖ് തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ളത് മനുഷ്യ ചരിത്രത്തിന്റെ വാർദ്ധക്യഘട്ടം. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫയ്ക്ക് ശേഷം ഒരു നബിയില്ല, റസൂലില്ല, ശരീഅത്തില്ല. എന്തുകൊണ്ടാണത്? വാർദ്ധക്യ കാലഘട്ടത്തിൽ പുതിയ പരിപാടികളൊന്നും ആരും ആസൂത്രണം ചെയ്യാറില്ല. ദുനിയാവിലും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊരു കോളേജ്, ആ കോളേജിൽ പ്രത്യേകമായിട്ടൊരു പഠിപ്പ്, ആ പഠിപ്പിൽ പ്രത്യേകമായിട്ടൊരു പരീക്ഷ, ആ പരീക്ഷയ്ക്ക് ജയിച്ചാൽ പ്രത്യേകമായിട്ടൊരു ജോലി. അങ്ങനെയുണ്ട്. പെൻഷൻ വാങ്ങിയിട്ട് അങ്ങോട്ട് പേർ കൂടാന്നല്ലാതെ ദുനിയാവും അങ്ങനെയാ. അള്ളാഹുവിന്റെ സംവിധാനം പൂർണ്ണമാണ്. അഷ്റഫുൽ ഖൽഖ് ശേഷം, അഷ്റഫുൽ ഖൽഖ് മുതൽ അങ്ങോട്ടുള്ളത് വാർദ്ധക്യഘട്ടമാണ്. വാർദ്ധക്യത്തെ പ്രാപിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ അത് തുടരും. അതുകൊണ്ട് ഇനി പുതിയ നബിയോ റസൂലോ വേണ്ട, പുതിയ ശരീഅത്ത് വേണ്ട. ആ മുഹമ്മദി റിസാലത്തും മുഹമ്മദി നബുവത്തും മുഹമ്മദി ശരീഅത്തനുസരിച്ച് മാത്രം ജീവിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രത്തിന്റെ പാർട്ടി തിരിക്കുന്നു. ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു ആദമിനെ തെരഞ്ഞെടുത്തു. ആദമിനെ തെരഞ്ഞെടുത്തു. ശൈശവഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ചരിത്രം. വ നൂഹൻ, നൂഹിനെയാണ് പിന്നെ തെരഞ്ഞെടുത്തത്. ബാല്യഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം. വാല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തെയാണ് പിന്നെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നത്. യൗവനഘട്ടവുമായിട്ടുള്ള ചരിത്രം. വാല ഇമ്രാൻ, ഇമ്രാൻ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചരിത്രത്തെ രണ്ടും യോജിപ്പിക്കുന്നത്. അത് വല്ലാത്തൊരു സംഭവമാണ്. എന്തിനാണ് ഹജ്ജ്? ചരിത്രത്തെ യോജിപ്പിക്കാൻ. ലോകം ഇസ്ലാമിനുള്ളതാണ്, ലോകം അള്ളാഹുവിനുള്ളതാണ്. മറ്റു മതക്കാർക്കൊന്നും അവരുടെ മതത്തിന്റെ അഡ്രസ്സിൽ നിലനിന്നു പോകാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവകാശമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചു കഅബാലയം. ആ കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞു നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ അനുവദിച്ചോ? റസൂലുള്ളാഹി തങ്ങൾക്ക് നിബുവത്ത് കിട്ടിയ കാലം മുതലേ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലേ? 5 നേരം ഫർളാക്കിയതിനു ശേഷമാണ് നമസ്കാരം തുടങ്ങിയത്. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല എന്ന് പറഞ്ഞ ആയത്ത് പിന്നെ എപ്പോഴത്തേക്കുള്ളതാ?
റസൂലുള്ളാഹി തങ്ങൾ നബിയായിരുന്ന കാലത്ത് നബിയാകുന്നതിന് മുമ്പേ നിസ്കരിക്കുന്നില്ലേ റസൂലുള്ളാഹി തങ്ങൾ? ഇബ്രാഹിം ശരീഅത്തുൽ മില്ലത്തും അനുസരിച്ച് അബൂലഹബും അബൂജഹലും ഉത്ബത്തും ശൈബത്തും അതും നിസ്കരിക്കുന്നില്ലേ? അവരൊക്കെ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അബൂ താലിബ് അടക്കമുള്ള ഖുറൈശി സമൂഹം നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? ഇപ്പുറത്തുനിന്ന് റസൂലുള്ളാഹി തങ്ങളും നിസ്കരിക്കുകയായിരുന്നില്ലേ? പക്ഷെ അന്നൊന്നും റസൂലുള്ളാഹി തങ്ങളെ കഅബത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ അല്ലാഹു തആല അനുവദിച്ചില്ല. എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങൾ അന്ന് നിസ്കരിക്കുന്നത് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞിട്ടാണ്. ജെറൂസലമിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത് മക്കത്തുനിന്ന്. നബുവത്ത് കിട്ടിയതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാ? കഅബത്തിലേക്ക് തിരിഞ്ഞിട്ടാണോ? മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ? എന്താ കാര്യം? ജാറത്തിന്റെ അഹ്ലുകാർ നടത്തുന്ന പള്ളി തിരിയാൻ കൊള്ളുന്നതല്ല എന്ന്. 300 ചില്ലാനം വരുന്ന മഹാന്മാരുടെ ജാറങ്ങൾ കഅബാലയത്തിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കരുത്. അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. ജാറത്തെയും ജാറത്തിന്റെ ആൾക്കാരെയും തിരസ്കരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജാറത്തിന്റെ ആൾക്കാർ നടത്തുന്ന പള്ളികൾ പള്ളിയായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല എന്ന് അന്നേ പറഞ്ഞത് അള്ളാഹ്. അശ്റഫുൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് ആഗ്രഹം കഅബത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കലായിരുന്നു. ആ ആഗ്രഹം തീർക്കാൻ നബിതങ്ങൾ എന്താ ചെയ്യാന്നറിയോ? കഅബാലയത്തിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും, തെക്ക് ഭാഗത്തേക്ക് പോകും. കഅബാലയത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് പോകും. അതായത് റുക്കുനുൽ ഇറാഖി റുക്കുനുൽ യമാനിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അങ്ങനത്തെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും. വടക്കാണല്ലോ മസ്ജിദുൽ അഖ്സ ഉള്ളത്. നബിതങ്ങളുടെ മനസ്സിൽ ഖിബില മസ്ജിദുൽ അഖ്സയാണെങ്കിലും മനസ്സിലുള്ളത് കഅബയാണ്. മനസ്സിലുള്ളത് കഅബ. അത്ര ഇഷ്ടമാണ് അശ്റഫുൽ കഅബാലയത്തോട്. പക്ഷെ അള്ളാഹ് അനുവദിച്ചില്ല. എന്തുകൊണ്ട്? ജാറക്കാര് നടത്തുകയാണ് കഅബ. ആ ജാറക്കാരെ ബുദ്ധിമുട്ടിൽ നിന്ന് കഅബാലയം മോചിക്കപ്പെടുന്നത് വരെയും മുഹമ്മദ് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കരുത് എന്ന്. അതുകൊണ്ട് അശ്റഫുൽ നിസ്കരിക്കാതിരുന്നത്. ഒരുപക്ഷെ നമുക്ക് ചരിത്രം അറിയില്ലായിരിക്കാം. ചരിത്രം അറിയാത്തൊരു ബുദ്ധിമുട്ട് ഈ ഉമ്മത്തിനുണ്ട്, പ്രത്യേകിച്ചിട്ട് സലഫികൾക്കുണ്ട്. കേരളത്തിലെ ചരിത്രം മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. എന്നാലും നമുക്ക് കാര്യത്തിന്റെ ഗൗരവം കിട്ടുള്ളൂ. ചരിത്രത്തിൽ നിന്ന് വേണം വിഷയത്തിന്റെ ഗൗരവം അടർത്തിയെടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെത്തുന്നവരെയും നിസ്കരിച്ചില്ല കൂട്ടരെ. കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിപ്പിച്ചില്ല അല്ലാഹ്. ഹിജ്റ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ പോകുന്നതുവരെയും നിസ്കരിച്ചില്ല. കാരണം 300 ചില്ലറ മഹാന്മാരായ ഔലിയാക്കളുടെയും ശൈഖന്മാരുടെയും ജാറങ്ങളും ദർഗകളും കിടക്കുകയാണ് കഅബാലയത്തിന് ചുറ്റും. അവിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അല്ലാഹു അനുവദിച്ചില്ല. അല്ലാഹ്ക്ക് ഇഷ്ടമല്ല അത്. നമുക്കിഷ്ടമാണ്. നമുക്കിങ്ങനെ കോംപ്രമൈസിങ് സിസ്റ്റം ഇങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ഒന്നിച്ച് നമ്മളെല്ലാവരും കൂടി എന്തായാലും പറയാന് ബഹുസരത ഞമ്മേനോ ഒന്ന് തന്നെ ആദർശമെല്ലാം മനസ്സിൽ വെച്ച് നടന്നാൽ പോരെ. ചോറ് തിന്നതും കല്യാണം കഴിക്കുന്നല്ലോ ഒന്നിച്ച്. ഇല്ല കൂട്ടരെ, അങ്ങനെ ഒരു പരിപാടിയില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പെരുന്നാൾ കഴിഞ്ഞു. പക്ഷെ ഓർമ്മ മാത്രം ബാക്കിയില്ല, പെരുന്നാൾ മാത്രം ബാക്കി. എന്താണ് അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഖൗമോട് പറഞ്ഞത്? ബദാ ബൈനനാ വ ബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ. ബദാ ബൈനനാ വ ബൈനകും, ആദർശപരമായി നമുക്കിടയിൽ വളരെ കൃത്യമാണ് അൽ അദാവത്തു ശത്രുതയും വൽ ബഗ്ദാഉ ദേഷ്യവും. ആദർശപരമായ വെറുപ്പ്, ആദർശപരമായ ദേഷ്യം വളരെ കൃത്യമാണ് നമ്മുടെയും എന്റെയും നിങ്ങളുടെയും ഇടയിൽ. ബൈനനാ വ ബൈനകും, ഏതുവരെ ഞാൻ അത് തുടരും? ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നത് വരെയും എന്റെ ഈ നയം ഞാൻ തുടരും. ഇതല്ലേ അന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഖുർആൻ ഷരീഫല്ലേ? എന്താ ആയത്ത് മൻസൂഖാണോ? ദുർബലപ്പെട്ട ആയത്താണോ? എങ്കിൽ പെരുന്നാൾ കഴിഞ്ഞല്ലോ, മാനസികമായിട്ട് വല്ല പരിവർത്തനവും വന്നിട്ടുണ്ടോ? നമുക്ക് മുവഹിദുകൾക്ക് വളരെ ശക്തവും തീവ്രവുമായിരിക്കണം ആദർശഭാഗത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അല്ലാഹു തആല ഉമ്മത്തിന് വേണ്ടി ഖിയാമത്ത് നാൾ ഇവരുടെ സമൂഹത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ മുദിയ ലിന്നാസി ലല്ലദീ ബിബക്ക, മനുഷ്യർക്ക് വേണ്ടി ആദ്യം നിർമ്മിക്കപ്പെട്ടത് പരിശുദ്ധമായ മക്കയിലെ കഅബാലയമാണെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അത് ഇബ്രാഹിമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ അതേ ചരിത്രം ഇബ്രാഹിമിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോയി മദീന മുനവ്വറയിലേക്ക്. മദീന മുനവ്വറയിൽ എത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു തിരിഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അത് പ്രയാസമാകാൻ തുടങ്ങി അഷ്റഫുൽ ഖൽഖിന്റെ മനസ്സിൽ. മക്കത്ത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുമായിരുന്നു, മദീനത്ത് നടക്കൂല. കാരണം മദീനത്ത് നിന്ന് വടക്കോട്ട് തിരിയണം, എന്നാലേ ഖിബില കിട്ടുള്ളൂ. വടക്കോട്ട്, അതായത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയുമ്പോൾ നേരെ തെക്ക് പിറഭാഗത്താണ് കഅബയുള്ളത്, നേരെ ബാക്ക് ഭാഗത്താണ് കഅബയുള്ളത്. മദീനത്ത് മക്കത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ചുറ്റുമുള്ളത്. ഇവിടെ കഴിയില്ല. ഹബീബിന്റെ മനസ്സ് വല്ലാതെ നോവിക്കാൻ തുടങ്ങി. എന്റെ പരിശുദ്ധമായ ഭവനം, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് പിന്തിരിഞ്ഞിട്ടാണല്ലോ ഞാൻ നിസ്കരിക്കുന്നത്, താങ്ങുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക് അവകാശവും അധികാരവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാണ്ട് 1.5 വർഷത്തോളം ആ രീതിയിൽ കഴിച്ചുകൂട്ടി മദീനയിൽ. ഭയങ്കര സന്തോഷമായിരുന്നു ജൂതന്മാർക്ക്. ജൂതന്മാരുടെ ഖിബിലയാണ് മസ്ജിദുൽ അഖ്സ. ജൂതന്മാരുടെ ഖിബിലയാണ്.
ജൂതന്മാർ തിരിഞ്ഞു നിൽക്കുന്നതേക്കാൾ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ജൂതന്മാർ നിസ്കരിക്കുമായിരുന്നു മൂസാ ശരീഅത്തനുസരിച്ച്. ആ നിസ്കരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്. റോമിൽ ക്രിസ്ത്യാനികൾ നിസ്കരിക്കുന്നതും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്. അന്ന് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആരുമില്ല. ജൂതന്മാർക്ക് ഭയങ്കര ഇഷ്ടം റസൂലുള്ളാഹി തങ്ങളോട്. അവരെ ഖിബിലയാണല്ലോ നിസ്കരിക്കാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദ് എന്ത് പറഞ്ഞാലും മുഹമ്മദ് നമ്മുടെ ഖിബില തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളാണല്ലോ എന്നുള്ള അഭിമാനവും അധികാരവും അഹങ്കാരവും ഉണ്ടായിരുന്നു അവർക്ക്, ജൂതന്മാർക്ക്. അതെ, അല്ലാഹു തആലക്ക് നിർബന്ധമുണ്ട് ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിലിന്റെ പാരമ്പര്യവും ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ പാരമ്പര്യവും സംയോജിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഒരു ആദർശത്തെ സ്ഥാപിക്കണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. അതിനാണ് മദീനയിൽ എത്തിച്ചത്. അല്ലെങ്കിൽ അന്ന് തായിഫിലേക്ക് പോയിട്ട് അവിടെ കുടിയേറിയനെ. തായിഫിലേക്ക് പോയിട്ട് അവിടെ ഒരു അവസരം അല്ലാഹ് ഉണ്ടാക്കി കൊടുത്തേനെ. എന്തിനാണ് അല്ലാഹു തആല യസ്രിബ് തിരഞ്ഞെടുത്തത്? ചരിത്രപരമായ കണ്ണിയൊപ്പിക്കൽ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപ്പെരുന്നാൾ വെറുതെ ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണ് അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. എന്താണ് അല്ലാഹ്? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ എപ്പ ചൊല്ലിയാലും മതിയാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഹഖിനെ മദീനയിൽ എത്തിക്കുന്നു. ആദ്യം ജൂതന്മാരുമായിട്ട് നല്ല സഹകരണത്തിൽ, അവരുമായിട്ട് നല്ല ബന്ധത്തിൽ, അവരുമായിട്ട് സന്ധിയിലും സംഭാഷണത്തിലും അവരുമായിട്ട് ഒരുമിച്ച് കൂടും. അബ്ദുല്ലാഹി ബിൻ സലാം, ഹുസൈൻ ബിൻ സലാം എന്നയാളെ പേര്, ജൂത പുരോഹിതനാണ്, തൗറാത്ത് പണ്ഡിതനാണ്. അഷ്റഫുൽ ഹഖിനെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആദ്യത്തെ ആള്. അദ്ദേഹത്തിന് റസൂലുള്ളാഹി തങ്ങൾ ഇട്ടുകൊടുത്ത പേരാണ് അബ്ദുല്ലാഹി ബിൻ സലാം എന്ന്. അദ്ദേഹം മദീനയിൽ നിന്ന് ജൂതമതത്തിൽ നിന്ന് ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ഈ രീതിയിൽ അഷ്റഫുകൾക്ക് ജീവിക്കുകയാണ് മദീന മുനവ്വറയിൽ. അള്ളാഹുവിന്റെ തീരുമാനം വരാൻ പോകുകയാണ്. എന്താണ് തീരുമാനം? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിലാണ് മക്കയുള്ളത്. ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിലാണ് മസ്ജിദുൽ അഖ്സ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇസ്മായിൽ ഇബ്രാഹിം നബിന്റെ ഒരു മോൻ, ആദ്യത്തെ മോൻ ഹാജറായിലുള്ള മോൻ. ആ ഇസ്മായിലിന്റെ പാരമ്പര്യത്തിലാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്, അറബികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോൻ ഇസ്ഹാഖ് നബി. ആ ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യത്തിലാണ് ഇസ്രായേലുകൾ എന്ന് പറയുന്നത്, ബനു ഇസ്രായേൽ. ഇത് രണ്ടിനെയും കൂടി ഒന്നാക്കണം, അല്ലാഹ്ക്ക് നിർബന്ധമുണ്ട്. അതെ, ഇസ്ലാമിന്റെ അഡ്രസ്സിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോഴേ ഇബ്രാഹിമി ചരിത്രം പൂർത്തിയാവുള്ളൂ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക മദീന മുനവ്വറയിലുള്ളപ്പോൾ ആഗ്രഹം വല്ലാതെ ഉണ്ട്. എന്തായാലും രണ്ട് ചരിത്രത്തിന്റെ രണ്ട് അറ്റം യോജിപ്പിക്കാൻ അല്ലാഹ് തീരുമാനിച്ചപ്പോൾ അല്ലാഹു തആല ആദ്യം തീരുമാനിച്ചത് എന്താണെന്നറിയോ? കഅബ മാറ്റം. കേട്ടിട്ടില്ലേ? കഅബ മാറ്റം, കിബില മാറ്റം മദീനയിൽ വെച്ചാണ് സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു അക്ബർ. ഖദ് നറാ, തീർച്ചയായിട്ടും നാം കാണുന്നുണ്ട് മുഹമ്മദ് നബിയെ, തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിങ്ങളുടെ മുഖം നിങ്ങൾ ആകാശത്തിലേക്ക് എപ്പോഴും തിരിച്ചു വെച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്, നിങ്ങളുടെ നോവ് ഞാൻ അറിയുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഖിബ്ലയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിക്കാൻ പോകുന്നുണ്ട്. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതിനാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. എന്തിന്റെ സൂചന എന്നറിയുമോ? മക്കയിലെ ഖുറൈശികളും യസ്രിബിലെ ജൂതന്മാരും തകർന്ന് തരിപ്പണമാകാൻ പോകുകയാണ് എന്നതിന്റെ സൂചനയായിരുന്നു അത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്നെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ കാണാൻ അല്ലാഹുവിന്റെ ഖദറിന് അവസരം കിട്ടിയെങ്കിൽ നമുക്ക് തുടർന്ന് അന്ന് പറയാം ബാക്കി. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറന ബിസ്സലാത്തി അലാ നബിഹി അംറ ഫഖാല മുഖ്ബിറൻ വ ആമിറ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الله وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب سرانا وسراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا.
اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه